ഹായ് ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ മുമ്പിലേക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാം വരാൻ പോവുകയാണ് അല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന്റെ 10 മോക്ക് ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഇതുപോലെ തന്നെ വന്നിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്താണ് നിബന്ധന എന്ന് പറയാം. 10 ചോദ്യങ്ങൾ ഞാൻ നൽകും. ഓരോ ചോദ്യവും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, തന്നെ ചെയ്ത് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ രീതിയിലാണോ നിങ്ങൾ ചെയ്തത്, ഉത്തരം ചെയ്ത വഴി കറക്റ്റ് ആണോ, ഷോർട്ട് കട്ട് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെഷനും കൂടി ആയിട്ട് ഈ ക്ലാസ്സിന് ഉപകരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കോൺസെപ്റ്റ് ക്ലാസ്സുകളും അതുപോലെ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ആദ്യം ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയുന്നിടത്താണ് നിങ്ങളുടെ ശക്തി. കാരണം നിങ്ങളെ നാട്ടുകാർ കഴുത എന്ന് വിളിച്ചാലും നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സിംഹത്തെ കാണാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ ഏതൊരു മലയും നിങ്ങൾക്ക് താണ്ടാനും ഏതൊരു ലക്ഷ്യവും നിങ്ങൾക്ക് നേടാനും സാധിക്കും എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുക. മുന്നോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലെ. ഒരു അസിസ്റ്റന്റ് പ്രിസണർ ലെവൽ എക്സാം ഓഫീസിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ വരില്ല, നിങ്ങൾക്ക് ലളിതമായി ചെയ്യാൻ കഴിയുന്നു. എന്നാൽ ചലഞ്ചിങ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകും, അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാണ്. ഓക്കെ ആണല്ലോ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്തേ. യെസ്, കിട്ടിക്കാണും അല്ലെ. അപ്പോൾ എപ്പോഴും 1 മുതൽ n വരെയുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം n ഇൻറ്റു n പ്ലസ് 1/2 എന്നതാണ്. എന്താണടാ? n ഇൻറ്റു n പ്ലസ് 1/2. അതായത് ആദ്യത്തെ n നിസർഗ സംഖ്യകളുടെ തുക, എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2. ഒരിക്കൽ കൂടി n ഇൻറ്റു n പ്ലസ് 1/2. ഇവിടെ എത്രയാണ്? 1 മുതൽ 100 വരെ ഉണ്ട് അല്ലെ. അപ്പൊ n-ന്റെ വില എത്രയാണടാ? 100 എന്ന് പറയാം. അപ്പൊ n ഇൻറ്റു n പ്ലസ് 1/2 ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. 100 ഇൻറ്റു 100 പ്ലസ് 1/2. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവനെയും വെട്ടിക്കളയുന്നു. ഇത് എത്ര വരും? 50 എന്ന് വരും അല്ലെ. 50 ഇൻറ്റു 101 എന്ന് വരും. നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്, ഈ 0 മാറ്റി 5 ഇൻറ്റു 101 എത്ര വരും? 505. എന്നിട്ട് ഈ 0 കിട്ടുമ്പോൾ 5050. അതായത് ഗുണനം എന്നത് വളരെ ലളിതമായി ചിന്തിക്കാനും ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കണം. ഓക്കെ, ഇനി ഇത് എണ്ണൽ സംഖ്യകളുടെയാണ്. ഇനി ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്തായിരിക്കും? ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1 ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നതെങ്കിൽ അത് n സ്ക്വയർ ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒറ്റ ചോദ്യം 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചല്ലോ. സെറ്റ് അല്ലേടാ? മുമ്പോട്ട് പോകാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചോണം നമ്പർ സിസ്റ്റത്തിൽ നിന്നും. അടുത്തത് ബോട്ട്മാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിക്കേ. ശരി, അപ്പോൾ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓർത്തിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാണ്. ബോട്ട്മാസ് എന്ന് പറയുന്ന റിസൾട്ട് എങ്ങനെ വരുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇത് ഡിവിഷൻ, ഇത് മൾട്ടിപ്ലിക്കേഷൻ, ഇത് അഡീഷൻ, ഇത് സബ്ട്രാക്ഷൻ. ഇനി ഈ ബ്രാക്കറ്റിന്റെ തന്നെ വരുമ്പോൾ ആദ്യം ഓപ്പൺ, അതായത് സെമി സർക്കിൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആദ്യം ചെയ്യണം. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിന് പ്രാതിനിധ്യം കൊടുക്കണം. അതിനുശേഷം ഇങ്ങനത്തെ സൈസ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അവന് പ്രാതിനിധ്യം കൊടുക്കണം. ഈ ഒരു കാര്യം ഓർക്കുക. ഇനി എപ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യുക, ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള ഓർഡർ, അതായത് അഡീഷനോ സബ്ട്രാക്ഷനോ പെർഫോം ചെയ്തിട്ട് ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് നിങ്ങൾക്ക് അവസാനം വന്ന് നിൽക്കുന്ന ഗണിതക്രിയയിൽ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ ഇടത് നിന്ന് വലതിലേക്ക് ഓർഡർ ആയിട്ട് ചെയ്തു വരിക. ഇത്തരം ചോദ്യങ്ങൾ, ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ സാധനം ചെയ്ത് ഒന്ന് ഓർത്ത് വെച്ചോണം. ഇടത് നിന്നും വലതിലേക്ക്, അതായത് അവസാനം വരുമ്പോൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇടത് നിന്നും വലതിലേക്ക് ഓർഡർ ആയിട്ട് ചെയ്തു വരിക. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം എന്ന് പറയുന്നത്? 12 മൈനസ് സ്ക്വയർ ബ്രാക്കറ്റിൽ 10 മൈനസ് ഓപ്പൺ ബ്രാക്കറ്റിൽ 12 മൈനസ് 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ആദ്യം ഏത് ചെയ്യണം? ഇതിൻ്റെ അകത്തുള്ളത് വേണം ആദ്യം ചെയ്യും. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഗുണനമുണ്ട് അല്ലെ. അപ്പൊ ഇത് 12 മൈനസ് 8 എന്ന് വരും. 4 ഇൻറ്റു 2 8 എന്ന് വരും. 12 നിന്നും 8 പോയാൽ 4 എന്ന് വരും. ശരിയല്ലേടാ? ഇനി ഇവിടെ എന്തുണ്ട്? ഒരു 10 ഉണ്ട്. 10 മൈനസ് ഉണ്ട്.
10 മൈനസ് ദാ ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിൽ ഇവിടെ പുറത്ത് 12 മൈനസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് അകത്തുള്ളത് വേണം ആദ്യം ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പോൾ ഡിവിഷൻ ഇവിടെ ഉണ്ട്. ഡിവിഷൻ ആദ്യം പ്രാതിനിധ്യം കൊടുക്കണം. അതായത് 10 മൈനസ് ഇതെത്ര വരും? 2 എന്ന് വരും. ഓക്കെ ആണ്. ഇവിടെ എന്ത് വരും? വീണ്ടും 12 മൈനസ് 10 മൈനസ് 2. അതായത് ഇതുണ്ട്. ഇതിങ്ങനെ തീരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്ത് വരണം. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. 10 മൈനസ് 2 എന്ന് പറയാൻ എത്ര വരും? 8 എന്ന് വരും. 12ൽ നിന്നും 8 പോയ എത്ര വരും? 4 എന്ന് വരും. ഓപ്ഷൻ ബി 4 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. എപ്പോഴും ചിന്തിക്കുക, ചെയ്യേണ്ടത് ദാ ഇവിടെ ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ശ്രദ്ധിച്ചേ. ആദ്യം ഈ ഓപ്പൺ ബ്രാക്കറ്റിൽ, അതായത് സെമി സർക്കുലർ ബ്രാക്കറ്റിലുള്ളത് ചെയ്തു. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിലുള്ളത് ചെയ്തു. അതിനുശേഷം പുറത്ത് അവസാനം നിൽക്കുന്ന പരിപാടി അങ്ങ് ചെയ്തു. ആ ഓർഡർ കൃത്യമായിട്ടൊന്ന് ചിന്തിക്കണം. ഇത് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ആ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? അവസാനം ശേഷിക്കുന്ന ഗണിതക്രിയയിൽ പ്ലസും മൈനസും ഒരുമിച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഓർഡർ ആയിട്ട് ചെയ്തു വരിക എന്ന് ചിന്തിക്കുക. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മുമ്പോട്ട് പോകാം. കൃത്യമായിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതൊന്ന് നോക്കിക്കൊള്ളുക. ശതമാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ശതമാനവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിക്കേണ്ട ചോദ്യം. എടാ, ഈ ശതമാനം എന്ന് പറയുന്ന ആശയം കൃത്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്തേ, എന്നിട്ട് തന്നെ ചെയ്ത് നോക്കിക്കേ. ഉത്തരം കിട്ടിയോ? ശതമാനം എന്ന് പറഞ്ഞാൽ 100ൽ എത്ര എന്നതാണ്. ഓക്കെ ആണല്ലോ? ഇനി ഒരു സാധനത്തിന്റെ 10% കാണാൻ അതിൽ നിന്നും ഒരു 0 കളയുക. ഓക്കെ ആണല്ലോ? ഒരു 0 കളയുക. ഇനി നമുക്ക് ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 200ന്റെ 10% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു 0 അങ്ങോട്ട് കളയുക. എത്രയാണ്? 20 ആയിരിക്കും. ഇനി നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, 485ന്റെ 10% കാണാനാണ് പറയുന്നത്. അത് സംഖ്യയിൽ 0 കളയാനില്ല എങ്കിൽ അത്തരത്തിലുള്ള സംഖ്യയുടെ 10% കാണാൻ എളുപ്പമാണ്. ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി കുത്തിടുക. അതായത് 48.5 എന്നതായിരിക്കും 10%. വേണമെങ്കിൽ നോക്കാം. 485 ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 10/100. ഇതൊന്നും വെട്ടിപ്പോയി എത്ര വരും? 485/10 48.5 എന്ന് തന്നെ വരും. അപ്പൊ നമുക്ക് എന്താണ്? സംഖ്യയുടെ അവസാനം 0 ഒന്നും ഇല്ലെങ്കിൽ ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി കുത്തിടുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്? ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ ഒരു സംഖ്യയുടെ 1% കാണാൻ എന്ത് ചെയ്താൽ മതി? 2 0 കളയുക. 2 0 കളയുക. അപ്പൊ ഇതേ 200ന്റെ 1% കാണാനാണ് പറയുന്നതെങ്കിൽ എന്താ? 2 0 പോയിട്ട് 2 എന്നതായിരിക്കും ഉത്തരം. ഇനി 485ന്റെ 1% കാണാനാണ് പറയുന്നതെങ്കിൽ എന്താ? 2 സ്ഥാനം മാറ്റി കുത്തിടുക. 4.85 എന്ന് വരും. ഓക്കെ ആണോടാ? 4.85 എന്നതായിരിക്കും 485ന്റെ 1%. അപ്പോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായാൽ ഇവിടെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. 0.5ന്റെ എത്ര ശതമാനമാണ് 0.05? ഓക്കെ ആണല്ലോ? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. അപ്പൊ എന്താണ്? ഒരു സ്ഥാനം, അതായത് 0ൽ അവസാനിക്കാത്ത ഒരു സംഖ്യയുടെ എത്ര ശതമാനമാണ് മറ്റൊരു സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ ഈ 0.5 എന്താണ്? ഒരു സ്ഥാനം മാറി, ഒരു സ്ഥാനം പുറകോട്ട് മാറിയാണ് എന്തായത്? 0.05 ആയത്. ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? ഒരു സംഖ്യയുടെ 10% കാണാൻ ഒരു സ്ഥാനം പുറകോട്ട് മാറ്റിയാൽ മതി. അപ്പം ഈ 0.5ന്റെ 10% കണ്ടാൽ എത്ര കിട്ടും നോക്കിക്കേ? 0.5 അല്ലെ? അപ്പൊ എന്താണ്? ഒരു സ്ഥാനം കൂടെ പുറകോട്ട് മാറ്റണം. അതായത് 5 കഴിഞ്ഞ് പോയിന്റ് ഇപ്പുറത്തേക്ക് മാറ്റണം. 0.05 എന്ന് വരും. അങ്ങനെയാണ് 0.5ന്റെ എത്ര ശതമാനമാണ് 0.05? അപ്പോ 10%. ഓക്കെ ആണല്ലോ? ഇത്തരം ലളിതമായി ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ഈ ജോണറിൽ ചോദിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണ്ട, വേറെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സാധനങ്ങളിലേക്ക് ഒന്നും പോകണ്ട. ചിലരിതാ ഇതിനെ ഇങ്ങനെ ചെയ്യും. 0.5 ഇൻറ്റു അതിൻ്റെ x ശതമാനമാണ് 0.05 എന്ന് പറയുമ്പോൾ ചിലത് ഇങ്ങനെ ചെയ്യും. 0.5 ഇൻറ്റു x/100 സമം 0.05 എന്ന് ചിലർ ചെയ്യും. ഇതിനെ ഈ 100നെ ഇങ്ങോട്ട് എടുത്താൽ 0.5 ഇൻറ്റു x സമം 0.05 ഇൻറ്റു 100 എന്ന് വരുന്നു.
0.5 ഇൻറ്റു എക്സ് സമം എത്ര വരും? 0.05 ഇൻറ്റു 100 5 അപ്പോൾ എക്സ് സമം 5/0.5 എന്ന് വരും. ഇതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 5 ഇൻറ്റു 10/5 എന്ന് വരും. 5 5 വെട്ടിപ്പോയിട്ട് ഇവിടെ 10 എന്ന് തന്നെ കിട്ടും. ഇത്രയൊന്നും നിങ്ങൾ ചെയ്യാൻ പോകേണ്ട ഒരാവശ്യവുമില്ല. കൃത്യമായിട്ടും 0.5 എന്തായി മാറി? 0.05 ഒരു സ്ഥാനം പുറകോട്ട് മാറിയാൽ 10%, 2 സ്ഥാനം പുറകോട്ട് മാറിയാൽ അത് എത്രയായിരിക്കും? 1%. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു ഉത്തരം? ദേ 0.5ന്റെ എത്ര ശതമാനമാണ്? 0.005 എന്നാണ് വരുന്നതെങ്കിൽ ദേ ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ എന്താണ് 2 സ്ഥാനം കൂടെ മാറി, അതായത് എന്താ ഒരു 2 സ്ഥാനം പുറകോട്ട് മാറി എന്ന് പറയുമ്പോൾ എന്താ 1% 0.5ന്റെ 1% 0.005. ഇത്തരം ചോദ്യങ്ങൾ ട്രിക്കി ചോദ്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും സൂപ്പർ നോട്ട്സിലൂടെ വരാൻ പോകുന്ന LDC 2026 വേണ്ടി അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന PDF നോട്ടുകൾ, കൃത്യമായിട്ടുള്ള മോക്ക് എക്സാമുകൾ, ലൈവ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, മനോഹരമായിട്ടുള്ള മെന്റർഷിപ്പ്, ഇതെല്ലാം ചേർന്നുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും മനോഹരമായി വളരെ നേരത്തെ തന്നെ കൃത്യമായി സ്റ്റഡി പ്ലാനോട് കൂടി, വീക്കിലി പ്ലാനോട് കൂടി, ഒരു സ്ട്രാറ്റജിയോട് കൂടി പഠിച്ച് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം 8281223366 എന്ന നമ്പറിലേക്ക്. കാരണം ഇവിടെ വാഗ്ദാനങ്ങളല്ല, വാക്കുകളാണ് പ്രസക്തി. ഇവിടെ വാക്കുകൾ പ്രസക്തമാകുന്നത് ആക്ഷൻസ് പെർഫെക്റ്റ് ആകുമ്പോഴാണ്. നിങ്ങളുടെ പ്രവൃത്തി കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു പോയിന്റ് വേണം, നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് പോയിന്റ് വേണം. അതാണ് സൂപ്പർ നോട്ട്സ്. ധൈര്യമായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും ഞാനും ഞങ്ങളും. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കടാ. എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട് വളരെ നിലവാരം കൂടിയ ഒരു ചോദ്യമായിരുന്നു കേട്ടോ ഇത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ അറിയേണ്ട 2 കാര്യം വീഡിയോ പോസ്റ്റ് തന്നെ ചെയ്ത് നോക്കിയിട്ടല്ലേ തിരിച്ചു വന്നേ? ശരി. a raised to m into a raised to n equal a raised to m plus n. ഈ സാധനം കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? x raised to 0.4/16 into സമം ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിരിക്കുന്നടാ? 4/x raised to 0.6. ഇനി എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ ഇവരെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് എന്ത് വരും? x raised to 0.4 ഇൻറ്റു x raised to 0.6 സമം 4 ഇൻറ്റു 16 എന്ന് വരും. ഓക്കെ ആണല്ലോ. a raised to m ഇൻറ്റു a raised to n ഈക്വൽ a raised to m plus n. അതായത് 0.4 പ്ലസ് 0.6 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നടാ? 1 എന്ന് വരും. അപ്പൊ ഇവിടെ എത്ര വരും? x raised to 1 സമം 4 ഗുണം 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണ്. അതായത് ഏത് സംഖ്യ റേസ് ടു 1 എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അതായത് എക്സിന്റെ വില 64 എന്ന് വരും. ഓക്കെ ആണ്. എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 64. ഏത് ഫോർമുല? ഒരൊറ്റ ഫോർമുല കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറി. കൃത്യംഗ നിയമത്തിൽ കൃതി, പവർ, പോയിന്റ് വന്നാലോ ഫ്രാക്ഷൻ വന്നാലോ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കൃത്യമായിട്ടും നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്ന സാധനം അവിടെ ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? അപ്പം ഈ ആശയം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 5ാമത്തെ ചോദ്യം ദാ നോക്കിക്കേ. ഒരു സാധനത്തിന്റെ വില 200 രൂപ. ഇതിന്റെ വില ആദ്യം 20% കൂട്ടി, പിന്നീട് കൂടിയ വിലയിൽ 20% കുറഞ്ഞു എങ്കിൽ ഇപ്പോഴത്തെ വില എത്ര? പലരും പല രീതികളിൽ ഇത് ചെയ്യാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എത്രയാണ് കൂടിയത് എന്നുള്ള കൃത്യമായി കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ആ സാധനത്തിന്റെ വില എന്ന് പറയുന്നത് 200 ആണ്. ഇനി ഒരു സംഖ്യയുടെ 20% കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട്. ഇതിനെ ഇങ്ങനെ എഴുതുന്നു, 2 × 10% എന്ന് എഴുതുന്നു. അതായത് ഒരു സംഖ്യയുടെ 10% കണ്ടിട്ട് അതിന്റെ ഇരട്ടി എടുത്താൽ 20% കിട്ടും. ഒരു സംഖ്യയുടെ 30% കാണാൻ 10% കണ്ട് അതിന്റെ 3 ഇരട്ടി എടുത്താൽ 30% കിട്ടും.
ഒരു സംഖ്യയുടെ 40% കാണാൻ 10% കണ്ടിട്ട് 4 കൊണ്ട് ഗുണിച്ചാൽ 40% കിട്ടും. ആ ഒരു ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം 200ന്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 0 പോയിട്ട് 20 ആണ്. അപ്പൊ 200ന്റെ 20% എന്ന് പറയുന്നതോ എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടി അല്ലെ? ഈ 20ന്റെ ഇരട്ടി എത്ര എന്ന് വരും? 40 എന്ന് വരും. ഇതാണ് 40. എന്താ പറയുന്നത്? ഇതിന്റെ വില ആദ്യം 20% കൂടി. അപ്പൊ 20% കൂടുമ്പോൾ 200ഉം 40ഉം കൂടെ ചേർന്ന് 240 ആയി. ഇനി എന്താ പറയുന്നത്? പിന്നീട് ദാ കൃത്യമായി ചോദ്യത്തിൽ പറയുന്നുണ്ട്, കൂടിയ വിലയിൽ 20% കുറവ് സംഭവിച്ചു. എങ്ങനെ? കൂടിയ വിലയിൽ 20% കുറവ് സംഭവിച്ചു. എത്രയാണടാ കൂടിയത്? ദാ 200. കൂടിയ വില, കൂടിയ വില എത്രയാണ്? ഇപ്പത്തെ വില എത്രയാ? 240. അതിന്റെ 20% കുറഞ്ഞു. അപ്പൊ 240ന്റെ 20% വേണം. 240ന്റെ 10% നിങ്ങൾക്കറിയാം 24 ആണ്. അപ്പൊ 240ന്റെ 20% കാണാൻ 240ന്റെ 20% എന്ന് പറയുന്നത് എന്താണ്? ഈ 24ന്റെ ഇരട്ടിയായിട്ടുള്ള 48 ആയിരിക്കും. എന്താ ചെയ്യേണ്ടത്? ഈ 240ൽ നിന്നും ഈ കൂടിയ വിലയുടെ 20% കുറഞ്ഞു. അപ്പൊ 240ന്റെ 20% എത്രയാണ്? 48. അത്രയും കുറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ എത്രയുണ്ടാവുള്ളൂ? 240 പോയാൽ 200, 200ൽ നിന്നും 8 പോയാൽ 192. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 192 എന്നതായിരിക്കും. കൃത്യമായി വ്യക്തമായി അത് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. 200ന്റെ 20% കൂടി, അപ്പൊ 200 + 20, പിന്നെ 20% കുറഞ്ഞു, അപ്പൊ 220. 200ന്റെ 20% കൂടി, അപ്പൊ 200 + 20 220. അതിൽ നിന്നും 20% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 220 20 കുറച്ചിട്ട് 200 എന്ന് എഴുതി കളയരുത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു സാധനം വ്യക്തമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം, സ്പഷ്ടമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു വരാം. ഇനി റീസണിങ്ങിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? ഇവിടെ കൃത്യമായിട്ടും ആദ്യം പറഞ്ഞിരിക്കുന്നു, ബോൾഡ് എന്നത് എങ്ങനെയാണടാ? ബോൾഡ് എന്നത് CPME എന്നും ഡാർക്ക് എന്നത് എങ്ങനെയാ? EBSL എന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് എന്നതിനെ എങ്ങനെ പറയാം? ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കുമ്പോൾ കമ്പാരിസൺ ടെക്നിക്കാണ്. നമുക്ക് നോക്കാം. ഇവിടെ ബി എങ്ങനെ സി ആയി? ഒന്നുകൂടി സി ആയി. ഓ എങ്ങനെ പി ആയി? ഒന്നുകൂടി പി ആയി. എൽ എങ്ങനെ എം ആയി? ഒന്നുകൂടി എം ആയി. ഡി എങ്ങനെ ഇ ആയി? ഒന്നുകൂടി ഇ ആയി. നമുക്ക് അടുത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഡി ഇയിലേക്ക് പോയി, എ ബി ഒന്നുകൂടി ബിയിലേക്ക് പോയി, ആർ ഒന്നുകൂടി എസിലേക്ക് പോയി, കെ ഒന്നുകൂടി എല്ലിലേക്ക് പോയി. അപ്പൊ എല് എന്ത് ചെയ്യണം? ഒന്നുകൂടി എമ്മിലേക്ക് പോകണം. ഇനി ടി എന്ത് ചെയ്യണം? ഒന്നുകൂടി ABCDFGHIJKLMNOPQRSTU. ടി കഴിഞ്ഞതുള്ളതാണ് യു ആണ്. ഐ കഴിഞ്ഞതാ ജെ ആണ്. അപ്പൊ എം ജെ ഇത് ഓക്കെ. ഞാൻ ആദ്യം മുന്നിലെ ഫില്ല് ചെയ്തു, പിന്നിലെ ഫില്ല് ചെയ്തു, പിന്നെ മുന്നിലെ ഫില്ല് ചെയ്തു, പിന്നെ ഫില്ല് ചെയ്തു. ദാ അപ്പൊ എമ്മിൽ തുടങ്ങി യുവിൽ അവസാനിക്കുന്നത്, എമ്മിൽ തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഇത് കട്ട് ചെയ്യുക. അടുത്ത 3 എമ്മിലാണ് തുടങ്ങുന്നത്. എസിൽ അവസാനം യു ആയിരിക്കണം. അപ്പൊ ഇതും കട്ട് ചെയ്യാം. അപ്പൊ 2 എണ്ണേ ഉള്ളൂ. ഇനി എം ജെ യു, ഇവിടെ എം കെ ആണ്. അപ്പൊ ഇതും വെട്ടാം. ഇതായിരിക്കും നമ്മുടെ ആൻസർ. എം ആദ്യത്തേത് എം, രണ്ടാമത്തെ ജെ, അവസാനത്തെ യു. അത് വരുന്ന ഒരേ ഒരാളെ ഉള്ളൂ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ക്യാൻസലേഷൻ ഐഡിയ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് മൊത്തം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മുമ്പിൽ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഇത് മുഴുവൻ ചെയ്ത് നോക്കിയിട്ട് ചെയ്യണമെന്നോ ഒരു നിർബന്ധവും ഒരിക്കലും ഇല്ല. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടി പറയുന്നു, നേരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരു അക്ഷരം കൂടി പോകുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതി നോക്കിയാലും കിട്ടും. BOLD CPME. ബി എങ്ങനെയാണ്? സി ആയത് ഒന്ന് കൂടിയാണ്. എല്ലാത്തിൻ്റെ അകത്തും ഒന്ന് കൂടിയാണ് അതിലേക്ക് അടുത്തതിലേക്ക് വരുന്നത്. അപ്പൊ അതേ ഐഡിയ വെച്ച് ലൈറ്റിന്റെയും ഒന്ന് കൂടി മുമ്പോട്ട് പോകുന്നു എന്ന് ചിന്തിച്ചാൽ സെറ്റാണ്. അടുത്ത ചോദ്യത്തെ സംബന്ധിച്ച് ഈ ചോദ്യം വായിക്കാത്തതാണ് ഒരു ഉദ്യോഗാർത്ഥി ഇത് തെറ്റിക്കാനുള്ള ഏക കാരണം എന്ന് പറയുന്നത്. ദാ നോക്കിക്കേ, 2023 ജനുവരി 1 എന്ന് പറയുന്നത് എന്താണടാ? ഒരു ഞായറായിരുന്നു. സന്തോഷം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നു 2024 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? അപ്പോ നിങ്ങൾ നോക്കുക, 2023 നിന്നും 2024 വന്നു അല്ലെ? 2023 എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാരണ വർഷമാണ് അല്ലെ? ഇതിന്റെ ഇടയിൽ ഇതൊരു സാധാരണ വർഷമാണ്.
ഒരു വർഷം ഒരു സാധാരണ വർഷത്തിൽ നിന്നും അടുത്ത വർഷത്തിലേക്ക് കയറുമ്പോൾ ഒരു സാധാരണ വർഷത്തിൽ നിന്നും ആണ് അടുത്ത വർഷത്തിലേക്ക് കയറുന്നതെങ്കിൽ ദിവസം ഒന്ന് മുമ്പോട്ട് പോകും. ദിവസം ഒന്ന് മുമ്പോട്ട് പോകും. പഠിച്ച കാര്യം ശ്രദ്ധിക്കുക. ഒരു സാധാരണ വർഷത്തിൽ നിന്നാണ് തൊട്ടടുത്ത വർഷത്തിലേക്ക് കയറുന്നതെങ്കിൽ എന്താണ്? ഒരു ദിവസം മുമ്പോട്ട് പോകും. ഞായറിന്റെ കൂടെ ഒന്നും കൂടെ കൂടി എങ്ങോട്ട് വരും? തിങ്കളിലേക്ക് വരും. ഓക്കെ ആണല്ലോ. ഇവിടെ എന്തുകൊണ്ട് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ 2024 നോക്കിക്കഴിഞ്ഞാൽ അതൊരു ലീപ്പ് ഇയർ ആണ്. അതൊരു ലീപ്പ് ഇയർ ആണ്. 366 ദിവസങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ 2024 ഫെബ്രുവരിയുടെ പരിസരത്ത് പോലും ചെല്ലുന്നില്ല. ഫെബ്രുവരി മാസത്തിൽ തൊട്ടാലാണ് ഒരു ദിവസം എക്സ്ട്രാ വരുന്നത്. നമ്മൾ 2023 ജനുവരി 1 മുതൽ 2024 ജനുവരി 1 വരെ ഉള്ള ദിവസത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ 2023 ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൽ മതി. 2023 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണോ നോർമൽ ഇയർ ആണോ ചെക്ക് ചെയ്താൽ മതി. 2023 നോർമൽ ഇയർ ആണ്. അപ്പോൾ ഒരു ദിവസം മുമ്പോട്ട് പോകും. ഓക്കെ ആണല്ലോ. 2023 നോർമൽ ഇയർ ആകുമ്പോൾ ഒരു ദിവസം മുമ്പോട്ട്. ഇവിടെ നോക്കുക, വർഷം, മാസം, ഡേറ്റ്, മാസം, ദിവസം മാറ്റമില്ല. വർഷത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇനി ഈ 2024 ആര് കൂടി വരുന്നുണ്ട്? 2024 ഫെബ്രുവരി കഴിഞ്ഞുള്ള ഒരു മാസമാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നു വിചാരിക്കുക, 2023 ജൂൺ 1 ഒരു ഫ്രൈഡേ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2024 ജൂൺ 1 ഏതാണ് ദിവസം എന്ന് ചോദിച്ചാൽ അവിടെ ഫ്രൈഡേ +2 ചെയ്യണം. കാരണം എന്താണ്? 2023 ജൂൺ 1 മുതൽ 2024 ജൂൺ 1 വരെ. അപ്പൊ ഈ 2024 ജൂൺ 1 നമ്മൾ എത്തുമ്പോൾ ഇടയിൽ വെച്ച് 2024 ഫെബ്രുവരി മാസം നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതായത് ഒരു ദിവസം എക്സ്ട്രാ കടന്നു പോകുന്നുണ്ട്. സാധാരണ ഫ്രൈഡേയുടെ കൂടെ ഒന്ന് കൂടിയിട്ടുള്ള സാറ്റർഡേ ആണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താ വരുന്നത്? ഫ്രൈഡേയുടെ കൂടെ 2 കൂടി സൺഡേ ആയിരിക്കും നമ്മുടെ ഉത്തരം. കാരണം 2024 ഫെബ്രുവരിയെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ കണക്ക് കൂട്ടലിന്റെ അകത്ത് അവൻ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് 2 ദിവസം വരും. ഓക്കെ ആണല്ലോ. ഈ ഒരു കൺഫ്യൂഷൻ പല ഉദ്യോഗാർത്ഥികൾക്കും പല കാലഘട്ടത്തിലായി ഉണ്ടാവാറുണ്ട്. മനസ്സിലാക്കുക. നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത് ആര് കാരണമാണ്? ഫെബ്രുവരി. ആ ഫെബ്രുവരി മാസത്തിനെ നമ്മുടെ കണക്ക് കൂട്ടലിന്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലാണ് ലീപ്പ് ഇയറിൽ ഒരു ദിവസം കൂടെ എക്സ്ട്രാ വരുന്നത് ആടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ ആണല്ലോ. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചിന്തിച്ചോണം. അപ്പം പലരും എഴുതി ഞായർ +2 തിങ്കൾ ചൊവ്വ എന്ന് ഉത്തരം പറയാൻ ഒരുപാട് ആളുകൾക്ക് എന്തുണ്ടാകും? ചിന്തയുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയരുത്. എപ്പോഴാണ് ചൊവ്വ എന്ന് ഉത്തരം വരുന്നത്? നമ്മളുടെ 2024 ഫെബ്രുവരി മാസം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ചോദ്യം നിലനിൽക്കുന്നതെങ്കിൽ അവിടെ 2 ദിവസം മുമ്പോട്ട് ചാടണം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? 4 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന വർഷത്തെയാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സംഖ്യയെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അതിന്റെ അവസാന 2 അക്കം 4ന്റെ ഗുണിതമാണോ നോക്കിയാൽ മതി. 24 4ന്റെ ഗുണിതം 4 × 6 ആണ്. അപ്പൊ അതൊരു ലീപ്പ് ഇയർ ആണ്. ഓക്കെ അല്ലേ? വളരെ മർമ്മപ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെറ്റാണ്. ശരി, മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം 2 16 അങ്ങനെയാണ് എങ്കിൽ ഡാഷ് 81. നിങ്ങൾ നോക്കിക്കേ, 2 അങ്ങ് 16ലേക്ക് പോയി അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, 2 × 8 അല്ലേ സാർ 16? അങ്ങനെയാണെങ്കിൽ 81/8 ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് കിട്ടൂലേ? കിട്ടൂ? ഇല്ല. 81/8 ചെയ്ത് കഴിഞ്ഞാൽ ദശാംശ സംഖ്യയാണ് വരുന്നത്. എന്ത് വരുന്നില്ല? നമ്മൾ ഈ പറയുന്ന ഓപ്ഷനിൽ ഒരാൾ പോലും വരുന്നില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ 2ന്റെ ഏതെങ്കിലും പവർ ആണോ? നിങ്ങൾക്കറിയാം 2 × 2 × 2 × 2 ആണ് 16, അഥവാ 2⁴ ആണ് 16 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഉറപ്പായിട്ടും ഈ 81 എന്ന് പറയുന്നത് താഴെയുള്ളതിന്റെ ഏതെങ്കിലും പവർ ആയിരിക്കും. 8 1 9. 8 1 9. അപ്പൊ 3ന്റെ ഗുണിതമാണ് 81. അപ്പൊ കൃത്യമായിട്ട് 3ന്റെ പവർ 6. ഈ 8ഉം നമുക്ക് വെട്ടാം, ഈ 10ഉം നമുക്ക് വെട്ടാം. 6ഓ 3ഓ. നമുക്ക് 3ന്റെ പവർ നോക്കാം. 3 × 3 9 വരും. 9 × 3 27 വരും. 27 × 3 എന്ന് പറഞ്ഞാൽ 81 വരും. അതായത് 3⁴ എന്നതാണ് 81.
അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? 4 എന്നല്ല, ദാ ഈ 3 ആരുടെ പവറാണ്? ഈ 2/4 16 എങ്കിൽ 3/4 81. സോ നമ്മുടെ ഉത്തരം 3. ഓപ്ഷൻ ബി എന്നതായിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? നല്ല ചോദ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ സാധാരണ ബ്ലഡ് റിലേഷൻ ചോദിക്കുന്ന ഒരു ശൈലിയിൽ നിന്നും മാറ്റി ചോദിച്ചിരിക്കുന്നു. ഓക്കെ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കുക. എം ഇൻറ്റു എൻ എന്നാൽ എം എന്നിന്റെ സഹോദരനാണ്. എം പ്ലസ് എൻ എന്നാൽ എം എന്നിന്റെ പിതാവാണ്. എങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു സി എന്നത് എക്ക് സിയുമായി എങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു സി എന്നതിൽ എക്ക് സിയുമായുള്ള ബന്ധം എന്താണ്? അപ്പൊ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എം ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറയുന്നത് എന്നിന്റെ സഹോദരനാണ്, എന്നിന്റെ സഹോ. ഓക്കെ ആണല്ലോ? എം പ്ലസ് എൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എം എന്നിന്റെ ഡാഡാണ്, പിതാവാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ബ്ലഡ് റിലേഷൻ ട്രീ വരയ്ക്കുമ്പോൾ അച്ഛൻ അമ്മ എല്ലാം നമ്മൾ മുകളിൽ വെക്കും, നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ ലെവലിൽ തന്നെ വെക്കും. പുരുഷന്മാരെ പ്ലസ് എന്നും സ്ത്രീകളെ മൈനസ് എന്നും സൂചിപ്പിക്കും. ഇത്രയും വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നതാ എ ഇൻറ്റു ബി, സോറി, എ പ്ലസ് ബി ഇൻറ്റു സി. എ പ്ലസ് ബി എന്ന് പറയുന്ന അർത്ഥം എന്താണ്? എം ഇൻറ്റു ബി എന്ന് പറയാ എം എന്നിന്റെ പിതാവാണ്. അപ്പൊ എ ബിയുടെ പിതാവാണ്. എ ബിയുടെ പിതാവാണ്. അപ്പൊ ബിയുടെ അച്ഛനാണ് എ, അല്ലെ? അപ്പൊ എവിടെ നിൽക്കണം? ദാ മുകളിൽ നിൽക്കണം. ബിയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ പോസിറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ? ശരി. ഇനി ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ബി എം ഇൻറ്റു സി എന്ന് പറയാൻ എം എന്നിന്റെ സഹോദരനാണ്. ബി സിയുടെ സഹോദരനാണ്. ബി സിയുടെ സഹോദരനാണ്. അപ്പൊ സഹോദരങ്ങളെ എങ്ങനെ നിർത്തണം? നേരെ നേരെ നിർത്തണം. ബി സിയുടെ സഹോദരനാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എയും സിയും തമ്മിലുള്ള ബന്ധം. എക്ക് സിയുമായി എന്താ ബന്ധം? ബിയും സിയും, ഞാനും എൻ്റെ അനിയനും സഹോദരങ്ങളാണ്, ഞങ്ങളുടെ അച്ഛൻ സെയിം ആയിരിക്കും. ഓക്കെ, കൃത്യമായി ചിന്തിക്കുക. ഓക്കെ, അപ്പൊ ദാ നോക്കുക, എന്തായിരിക്കും? ഞങ്ങൾ ഒരേ കമ്പനിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കും. അപ്പൊ ഇവിടെ എന്താണടാ? എന്താണ്? എ എന്ന് പറയുന്നത് സിയുടെ പിതാവായിരിക്കും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പൊ ഇത്തരം രീതിയിൽ പുതിയ ശൈലി ചോദ്യങ്ങൾ നിങ്ങളോട് വരും. ഒരിക്കൽ കൂടി, എന്താണ്? എം ഇൻറ്റു എൻ എന്നാൽ എം എന്നിന്റെ സഹോദരനാണ്. എം എന്നിന്റെ സഹോദരൻ, ആദ്യമുള്ളവൻ രണ്ടാമത്തവന്റെ ബ്രദറാണ്. എം പ്ലസ് എൻ എന്നാൽ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളുടെ അച്ഛനാണ്. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ അച്ഛനാണ്. അപ്പൊ ബിയുടെ അച്ഛനാണ് എ, മുകളിൽ നിർത്തണം, അച്ഛൻ പോസിറ്റീവ് ആണ്. ഇനി ബി എന്നത് ബി ഇൻറ്റു സി എന്ന് പറയുമ്പോൾ ബി എന്നത് സിയുടെ സഹോദരനാണ് എന്ന് പറയുമ്പോൾ ബിയും പോസിറ്റീവ് ആണ് കേട്ടോ. ബി എന്നത് സിയുടെ സഹോദരനാണ്. അപ്പം എ എന്ന് ഈ സി എന്ന് പറയുന്ന ആരാണ്? എയുടെ മകനോ മകളോ ആണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടും പറയാൻ പറ്റും എ സിയുടെ അച്ഛനാണ്, പിതാവാണ്. അങ്ങനെ ഓപ്ഷൻ ബി ആയി മാറും നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? മനോഹരമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അവസാന ചോദ്യം, 10ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? ഇപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം എ സി ഇ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സാധനം പരീക്ഷാ ഹാളിൽ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ അങ്ങ് എഴുതി വെച്ചിരിക്കുക. ഓക്കെ, നോക്കി, ഈ നമ്പർ ഇടേണ്ട രീതി ഇങ്ങനെയാട്ടോ. 1 മുതൽ 13 വരെ ഇങ്ങോട്ട് എഴുതിയിട്ട് 14 മുതൽ 26 വരെ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ അവസാനത്തെ സംഖ്യയുടെ എണ്ണമൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡി മുന്നിൽ നിന്നും 4ാമതാണ്, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 23ാമതാണ്. ഡബ്ല്യു മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 23ാമതാണ്, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 4ാമതാണ്. ഓക്കെ ആണോ? ഡിയും ഡബ്ല്യുയും ഇയും വിയും ഒക്കെ പേരുകളാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ സി ഇ. അപ്പൊ എന്താ? 1 2 3 4 5. ഒന്നാമത്തെ അതിന്റെ ഒത്ത എയും ഇയും ഒന്നാമത്തെയും ആദ്യത്തെയും അവസാനത്തെയും അതിന്റെ ഒത്ത നടുക്ക് നിൽക്കുന്നതാണ് സി. അപ്പൊ പാറ്റേൺ ഏകദേശം പിടികിട്ടി. എഫ് എച്ച് ജെ 1 2 3 4 5 ആദ്യത്തെയും അവസാനത്തെയും
ഒത്ത നടുക്കത്തെയും. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് കിട്ടുന്നുണ്ട്. എടാ ഒറ്റയാനെ കണ്ടെത്തുക അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ ബാക്കി 3 പേരും പൊതുവായി പാലിക്കുന്ന ഒന്ന് പാലിക്കാതെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പി ക്യു ടി. പി ക്യു ടി എന്ന് പറയുമ്പോൾ PQRST 1 2 3 4 5 വരേണ്ട എന്താ? ആദ്യത്തെയും അവസാനത്തെയും ഉണ്ട്. നടുക്കത്തേത് 6. അപ്പൊ വരേണ്ടത് PRT എന്ന് വരേണ്ടടുത്ത് എന്താ വന്നിരിക്കുന്നത്? PQT എന്നാണ്. പൊട്ടിപ്പാളീസായി. ഇവനാണ് പെടാത്തത്. വേണമെങ്കിൽ മറ്റേതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. KLMNO ആദ്യത്തേതും അവസാനത്തേതും ഓയും ഉണ്ട്. ആദ്യത്തേതും അവസാനത്തെ ഓയും ഉണ്ട്. ഒത്ത നടുക്ക് നിൽക്കുന്ന ആരാണ്? എം ആണ്. എമ്മും ഉണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പെടാത്തതെന്ന് പറയുന്നത് PQT ആണ്. ഇത്തരം ചോദ്യങ്ങൾ വരാം. നിങ്ങൾക്ക് കിട്ടിയാർന്നോ? അപ്പൊ പുതിയ ചോദ്യങ്ങൾ ഏത് രീതിയിൽ ഏത് പാറ്റേണിൽ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് വേണ്ടിയുള്ള ആ 10 റിവിഷൻ ചോദ്യങ്ങൾ. ഞാൻ മോക്ക് ആയതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കേണ്ട ചോദ്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ കൃത്യമായിട്ടും അതൊന്ന് കമന്റ് ചെയ്യണം. കൃത്യമായിട്ടും നിങ്ങൾക്ക് വേണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കൃത്യമായിട്ടും എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ് എന്നുള്ളതിനെ പറ്റി ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ഫസ്റ്റ് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി. ഏത് ബാച്ചിനെ പറ്റിയുള്ള സംശയവും തീർക്കാൻ, നിങ്ങളുടെ ഏത് ആവശ്യവും PSCയുമായി ബന്ധപ്പെട്ടുള്ളത് ദൂരീകരിക്കാൻ നമ്മൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. വീണ്ടും കാണും വരെയൊക്കെ ടേക്ക് കെയർ, ടാറ്റ. ആട് 3-ലെ പാപ്പനെ പോലെ കട്ടയ്ക്ക് കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് യുവർ ബിജേഷ് സൈനിങ് ഓഫ്. ബൈ ബൈ.